ഭയങ്കര സൗണ്ടാ അല്ലേ ബാക്ക്ഗ്രൗണ്ട്? നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി, ആരും ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് സംസാരിച്ചിട്ട് പോകാലോ. കാരണം നിങ്ങളെ എൻ്റെ ഫാമിലിയിലുള്ള ഒരാളാണ്. അപ്പം ഞാൻ എന്താ എവിടെയാ എന്നെല്ലാം നിങ്ങളോടും പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇൻഫർമേഷൻ തരാം എന്ന് വിചാരിച്ച് വന്നതാണ്. വീഡിയോസ് ഇട്ടാൽ കാണില്ല അധികം പേര്. നമ്മുടെ ലൈവിൽ വരുമ്പോഴാണ് അധികം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും. അപ്പോൾ അവരോടൊക്കെ ആൻസർ ചെയ്യാലോ എന്ന് വിചാരിച്ച് വന്നു. ചുമ്മാ പറഞ്ഞതാ, കലിപ്പാവണ്ട. എനിക്കെന്തിനാടാ കലിപ്പ്? പിന്നെന്താ, നമ്മോട് അങ്ങനെയാണ് കാണുന്നത്. നീ ചങ്കല്ലേ? യെസ്, കറക്റ്റ്. மணிகண்டா சாப்பிட்டாச்சா? நீங்க என்ன சாப்பிட்டீங்க? ஜெயபிரகாஷ், வை மெசேஜ் ரிமூவ் பண்ணிட்டீங்க? കെട്ടുവൻ പോകുമ്പോൾ നീ പോകുന്നില്ല? ഇല്ല, ഞാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ എൻ്റെ മക്കളെ നോക്കിയിരിക്കും. പോകാലോ, സമയമുണ്ടല്ലോ. സമയം ഇങ്ങനെ പരന്ന് കിടന്നുറങ്ങുന്നുണ്ട്. പോകാം. ഹലോ അഭിലാഷ്, ഹായ്, താങ്ക്സ് ഫോർ കമ്മിങ്. லைக் அடிக்காதவங்க லைக் அடிச்சுக்கோங்க. ஹாய் செல்ல குட்டீஸ். ഗൂഗിൾ ഹായ്, താങ്ക്സ് ഫോർ കമ്മിങ്. ന്യൂസിലാൻഡൊക്കെ നല്ല ചാൻസ് ഉണ്ട്. ഞാൻ ഒരു ഫ്രണ്ടിനെ വിളിച്ചു നോച്ചു. ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. நான் வடிவேல் காமெடி போட்டா எப்படி இருக்கும்? சாப்பிட்டாச்சா சிஸ்? இல்லை, സാപ്പിടണം. നിന്നെ കെട്ടിയവൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ന്യൂസിലാൻഡ് നോക്കാം. ஹவ் ஆர் யூ? ஐ எம் ஆல்சோ ஃபைன். நீங்கள் எப்படி இருக்கீங்க? அப்படியே லைக் அடிக்காதவங்க லைக் அடிச்சுக்கோங்க. 13 மெம்பர்ஸ் இருக்கீங்க. ஏன் யாருமே பேசாமல் இருக்கீங்க? நீங்கள் சீக்கிரமாக சேட் பண்ணிங்கன்னா எனக்கு ஒரு பவர் வரும். என்ன ஸ்பெஷல்? நத்திங் ஸ்பெஷல். ഹലോ, பேபிஸ் என்ன பண்ணுறாங்க? பேபிஸ் எல்லாம் விளையாடுறாங்க. நான் சிஸ்டர் ஹவுஸில் இருக்கேன். ஸோ எல்லாருமே அங்கே விளையாண்டுருக்காங்க அடுத்த ரூமில். ഇന്ന് ഇവിടെ സ്റ്റേ. നാളെ എൻ്റെ വീട്ടിൽ പോകും. നാളെ ഈവനിങ് ആകുമ്പോഴത്തേക്കും റിട്ടേൺ അടിക്കും എന്ന് വിചാരിക്കുന്നു. ഇന്ന് റിട്ടേൺ അടിക്കുന്നു വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടും കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ, എന്നാ ഓക്കെ. സീക്കിരமாக லைக் அடிங்கப்பா. ഒരു 15 லைக் கொடுங்க.